ആശ്വാസദായകനേ വരുന്നു ആദരവാഴ്ത്തിടു സവിധേ ആശ്വാസദായകനേ ഉണർവിൻ പ്രഭുവേ ഉണർവിൻ രാജാ വന്നിടണേ ദയവായി ഇടകളിൻ സഭയിൽ വന്നിടണേ ദയവായി ഇടകളിൻ സഭയിൽ ജീവിത ക്ലേശങ്ങളാൽ വന്നിടുകൾ കാണുമ്പോൾ ജീവിത ക്ലേശങ്ങളാൽ വന്നിടുകൾ കാണുമ്പോൾ വെള്ളം തളരാതെ ധൈര്യമായി ജയിക്കാൻ ശക്തി പകർന്നിടണേ വെള്ളം തളരാതെ ധൈര്യമായി ജയിക്കാൻ ശക്തി പകർന്നിടണേ ഉണർവിൻ പ്രഭുവേ ഉണർവിൻ രാജാ വന്നിടണേ ദയവായി ഇടകളിൻ സഭയിൽ വന്നിടണേ ദയവായി ഇടകളിൻ സഭയിൽ ആകാശമേഘങ്ങളിൽ ആരുടനായി വരുമ്പോൾ ആകാശമേഘങ്ങളിൽ ആരുടനായി വരുമ്പോൾ അങ്ങയെ മോദമായി സ്വാഗതം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ അങ്ങയെ മോദമായി സ്വാഗതം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഉണർവിൻ പ്രഭുവേ ഉണർവിൻ രാജാ വന്നിടണേ ദയവായി ഇടകളിൻ സഭയിൽ വന്നിടണേ ഇടകളിൻ സഭയിൽ ഇടയാലോടി തളർന്ന പേടവാൻ പോലിതാ ഞാൻ വേട്ടയാലോടി തളർന്ന പേടവാൻ പോലിതാ ഞാൻ വരുന്നു ആദരവാഴ്ത്തിടു സവിധേ ആശ്വാസദായകനേ വരുന്നു ആദരവാഴ്ത്തിടു സവിധേ ആശ്വാസദായകനേ ഉണർവിൻ പ്രഭുവേ ഉണർവിൻ രാജാ വന്നിടണേ ദയവായി ഇടകളിൻ സഭയിൽ വന്നിടണേ ദയവായി ഇടകളിൻ സഭയിൽ വന്നിടണേ ദയവായി ഇടകളിൻ സഭയിൽ. ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ ദൈവം നൽകിയല്ലോ, അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും ക്രിസ്തയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ആമേൻ ചോദിക്കുകയാണ്. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. അല്പനിമിഷം ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 108 സങ്കീർത്തനം അതിൻ്റെ 6 വേദാംശത്തിലേക്ക് വരുന്നു. സങ്കീർത്തനം 108 അതിൻ്റെ 6. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈകൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരം അരുളേണമേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്കാണ്. സ്തോത്രം. ദാവീദിൻ്റെ ആമേൻ ഒരു ധ്യാനമാണ്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ ഒരു പാട്ടാണ് എന്നൊക്കെ നമുക്കിവിടെ പറയാം. ദാവീദും ദൈവവുമായിട്ട് വളരെ
സ്തോത്രം അടുത്ത് ഇടപഴകുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് 108ഉം 109ഉം സങ്കീർത്തനങ്ങൾ. ഈ രണ്ട് സങ്കീർത്തനത്തിനകത്തും ദാവീദ് വളരെ ശത്രുക്കളുടെ മുൻപിൽ വളരെ 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 പ്രയാസപ്പെടുന്നു, ഞെരുങ്ങുന്നു. ദാവീദിൻ്റെ എല്ലാ വശങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ശത്രു വളരെ ഞെരുക്കുകയാണ്. സ്തോത്രം. ആമേൻ. താൻ താഴോട്ട് വായിച്ചു വരുമ്പോൾ എഴുതി വരുമ്പോൾ പറയുകയാണ്, ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും, ഏദോമിലേക്ക് എന്നെ ആർ വഴി നടത്തും. സ്തോത്രം. അപ്പോൾ ദാവീദ് പറയുക, ഉറപ്പുള്ള ഒരു നഗരവും ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്തില്ല. പ്രതിസന്ധികളേറി വരുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ, ഈ ഭൂമിയിൽ ഒരാശ്വാസവുമില്ലാതെ, നമ്മെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി പോലും ഇല്ലാതെ എല്ലാവരും നമുക്ക് നേരെ കുതികാല് ഉയർത്തുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു അല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതങ്ങനെ സംഭവിക്കാറുണ്ടല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ ദാവീദ് പറയുകയാണ്, കർത്താവേ നിനക്ക് പ്രിയമുള്ളവർ, ആമേൻ, കർത്താവേ നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന്. അപ്പോൾ ദൈവത്തിൻ്റെ ആമേൻ കൽപ്പന അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ ആമേൻ ആ ഒരു സാന്നിധ്യത്തിൻ്റെ മറവിൽ നിൽക്കുന്ന ഒരു ദൈവപൈതലിന് പറയാൻ കഴിയും, കർത്താവേ ഞാൻ ഇന്ന് പകലിൽ വിടുവിക്കപ്പെടണം. സ്തോത്രം. എന്നല്ല, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ നീ എന്നെ വിടുവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെയോ ചില പ്രയാസത്തിന് നടുവിലായിരിക്കുന്ന ജനത്തോട് ഇന്ന് പകൽക്കാലം പറയുന്നു, ദൈവമേ നീ എന്നെ ഇന്ന് പകലിൽ ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്ന്, ഞാനിപ്പോൾ നേരിട്ടുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു കഷ്ടതയിൽ നിന്ന് നീ എന്നെ വിടുവിക്കണമേ എന്ന് പറയാൻ ഇന്ന് പകലിൽ എത്ര പേർ കഴിയും? സ്തോത്രം. ഇപ്പോൾ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്തോത്രം. എല്ലാവരും എന്നെ കാണുമ്പോൾ പരിഹസിക്കുന്നു, എല്ലാവരും എന്നെ കാണുമ്പോൾ പുച്ഛത്തോടെ എന്നെ നോക്കുന്നു. എന്നാൽ അതിൻ്റെ മുമ്പിൽ ദൈവമേ നിനക്ക് പ്രിയമുണ്ടെങ്കിൽ എന്നെ നീ ഒന്ന് വിടുവിക്കണമേ അപ്പാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 5-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നു, ദൈവമേ നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവഭൂമിക്കും മീതെ തന്നെ. സ്തോത്രം. അപ്പോൾ ഈ ഭൂമിയിൽ നിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കുകയാണ് എന്നെനിക്കറിയാം. ആ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമിയിൽ എന്നെ താങ്ങാൻ കർത്താവേ നിനക്ക് കഴിയും എന്ന് ഉറച്ചു വിശ്വസിക്കുക ദാവീദ്. ആമേൻ. ഉറച്ച്, പ്രൈസ് ദി ലോർഡ്, ഉറച്ചിരിക്കുകയാണ്. അവിടെ 1-ാമത്തെ വാക്യം നമുക്കറിയാം, ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. കണ്ടോ? അപ്പോൾ ഒരു ദൈവ പൈതലിന് ഒരു ഉറപ്പ്, എൻ്റെ ദൈവം എന്നെ വിടുവിക്കും എന്നൊരു ഉറപ്പ്. ഇന്ന് പകലിൽ എന്നെ ശബ്ദം കേൾക്കുന്ന ആരുടൊക്കെയോ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. എത്രയോ പ്രാവശ്യം ദൈവത്തിന് നിങ്ങളോട് സംസാരിപ്പാൻ മനസ്സുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തെല്ലാം ദൈവത്തിൻ്റെ സമയത്ത് മുഴങ്കാലിലിരിക്കാൻ കഴിയാതെ, ആമേൻ, നമ്മൾ പല ബെത്തപ്പാടിലൊക്കെ പല സ്ഥലത്തും നമ്മൾ ഓടിക്കൊണ്ടേയിരുന്നു. പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പറയാം, ദൈവമേ ഞാൻ നിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുകയാണ്. എനിക്കറിയാം നീ എന്നെ വിടുവിക്കുമെന്ന്, എനിക്കറിയാം നീ എന്നെ സഹായിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം നീ എന്നെ വിടുവിക്കും, എനിക്ക് ഒരു വിടുതൽ തരുമെന്ന് എനിക്കറിയാം. എന്നാൽ 8-ാമത്തെ, അതായത് 108-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവമേ ദൈവത്തിങ്കൽ നാം വീര്യം പ്രവർത്തിക്കും, അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. നോക്കിക്കേ, ദൈവത്താൽ നാം എന്തു ചെയ്യും? വീര്യം പ്രവർത്തിക്കും. അപ്പോൾ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് പകലിൽ ഒന്ന് എണീക്കാൻ പോകുകയാണ്. ശത്രുവിൻ്റെ നേരെ, എന്നെ ഞെരുക്കുന്നവരുടെ നേരെ, എന്നെ പഴിക്കുന്നവരുടെ നേരെ വീര്യം പ്രവർത്തിക്കും. ഞാൻ ഇന്ന് പകലിൽ കർത്താവേ നിന്റെ സന്നിധിയിൽ സന്നിധി ബോധത്തോടെ
ഞാൻ വീര്യം പ്രവർത്തിക്കാൻ പോകയാ. സ്തോത്രം. എന്നെ വിളിച്ചവൻ നീയാണ്, എന്നെ വിളിച്ച കർത്താവ് നീയാണപ്പ എന്ന് പറഞ്ഞ് ദാവീദ് മുമ്പിലോട്ട് പോകുമ്പോൾ അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂത്. ആമേൻ. 60-ാമത്തെ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ 60-ാം സങ്കീർത്തനത്തിനകത്ത് ദാവീദ് ദൈവത്തോട് സംസാരിക്കുന്ന, ദൈവത്തോട് ചോദിക്കുന്ന, ആമേൻ, സ്തോത്രം, ഒരു വാക്ക്, 5-ാം വാക്യം: നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. നോക്കിക്കേ, ആമേൻ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഉത്തരമരുളാൻ നിന്റെ കരങ്ങളിലുണ്ട്. എന്നാൽ 12-ാം വാക്യം പറയുന്നു, ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും, അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചുകളയും. ആമേൻ. അവിടെയും 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പറയുന്നു, ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ ആമേ കൊണ്ടുപോകും, ഏദോമിലേക്ക് എന്നെ ആർ വഴി നടത്തും. സ്തോത്രം. ആമേൻ. ഈ 2 സങ്കീർത്തനങ്ങളും വളരെ ശക്തമായി നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുന്ന, ആമേൻ, നിമിഷങ്ങളാണ്. സ്തോത്രം. എവിടെയെല്ലാം ദാവീദ് ആവർത്തിച്ച് ആമേൻ, കർത്താവേ നിനക്ക് പ്രിയമുള്ളവർ, നിനക്ക് പ്രിയമുള്ളവർ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്നൊക്കെ ദാവീദ് പല അധ്യായത്തിലും ചോദിച്ചിട്ടുണ്ട് ദൈവത്തോട്. ഇന്ന് പകലിലും ദൈവത്തോട് ചോദിക്കാൻ, ദൈവമേ നിനക്കെന്നിൽ പ്രിയമുണ്ടെങ്കിൽ എന്നെ നീ വിടുവിക്കണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകലിൽ, ആമേൻ, എനിക്ക് പറയാനുണ്ട്, കർത്താവേ, പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം നീ എന്നെ തിരുത്തി ഇതുവരെ കൊണ്ടുവന്നല്ലോ കർത്താവേ എന്ന് പറഞ്ഞിട്ട് ദാവീദ് പറയുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക, ഏദോമിൽ ഞാൻ എൻ്റെ ചെരുപ്പ് എറിഞ്ഞു കളയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എറിഞ്ഞു കളയും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലത് എറിഞ്ഞു കളയുവാൻ, ചിലത് എറിഞ്ഞ്, ആമേൻ, ഫിലിസ്ത്യ ദേശത്തിൻ്റെ മേൽ ഞാൻ ജയഘോഷം കൊള്ളും. അപ്പോൾ ചിലത് എറിഞ്ഞു കളഞ്ഞാൽ മാത്രമേ ചില ജാതികളുടെ മേൽ, ചില രാജ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തമായി വെളിപ്പെടുത്തുള്ളൂ. ഇന്ന് പകലിൽ ഒരു വലിയ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രഭാതത്തിൽ പറയാമോ, കർത്താവേ, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഇന്ന് പകലിൽ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ഇന്ന് പകലിൽ ഒരു വിടുതലിനായി ആഗ്രഹിച്ചിരിക്കുന്ന ജനത്തെ ദൈവം വിടുവിക്കണം, അനുഗ്രഹിക്കണമേ കർത്താവേ, കൃപയിൽ പൊതിയണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.